സെലക്റ്റീവ് ഔട്ട്റേജ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഉം, ഉം. അതായത് ഒരു പ്രോ മോദി പ്രോ സംഘപരിവാർ ആയിട്ടുള്ള ആൾക്കാർ, അവർ ബി ജെ പിക്കാരാവണമെന്ന് പോലുമില്ല, ഒരക്ഷരം എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞാൽ അത് കൊള്ളാം, അതിനൊരു കുഴപ്പമില്ല, എല്ലാവരും കൈയടിക്കും, കുറഞ്ഞ പക്ഷം കണ്ടില്ലെന്ന് നടിക്കും. പക്ഷേ ഇത് ഇപ്പുറത്തേക്കാകുമ്പോൾ മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള ആളിനെ നിങ്ങൾ ആക്രമിച്ചാൽ അത് വലിയ കുഴപ്പവുമാകും. ഇതെന്ത് ഇക്വേഷൻ എനിക്ക് മനസ്സിലാവണില്ല. എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇപ്പോൾ ശരി, ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാവുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നാൽ സമ്മതിക്കുമോ? ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ പറയും, അത് പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. എന്ത് പൗരസ്വാതന്ത്ര്യം ഹനിക്കുന്നു? ഞാൻ പറയുന്ന വാക്കിന് എനിക്ക് ഉത്തരവാദിത്വം വേണ്ടേ? ഞാനൊരു കള്ളപ്പേരിൽ വന്നിട്ട് ചീത്ത പറയുന്നത് ശരിയാണോ? ഇതിൻ്റെ നൈതികത എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചീത്ത പറയണമെങ്കിൽ സ്വന്തം പേരിൽ പറഞ്ഞോളൂ. എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ട്, അതിൽ എൻ്റെ പേര് തന്നെയാണ്. അതിൽ ഒരുപാട് പേര് എന്നെ ചീത്ത വിളിക്കാറുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ടൊന്നും നടക്കാറില്ല. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, അത് വായിക്കാതിരിക്കുക. വേറൊന്ന്, എൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടി വയ്ക്കുക. അതല്ലാതെ അയ്യോ എന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നത് 3ാം കിട പരിപാടിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ തെറിവിളിക്കും എതിര് നിൽക്കണം. ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് ഇപ്പോൾ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. ഇതിലും ഹീനമായിരുന്നു കഠുവ സംഭവം. കാരണം അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായിരുന്നു. പോക്സോ നിയമം അനുസരിച്ചും നിങ്ങൾ ജയിലിൽ പോകും. ഇപ്പോൾ ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയാൽ വരുന്ന ശിക്ഷ 2 വർഷമാണ്. സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാവുന്ന കേസേ ഉള്ളൂ. പോക്സോ അങ്ങനെയല്ല. പോക്സോ സെക്ഷൻ 23 നിങ്ങൾ അകത്ത് പോകും. വാസ്തവത്തിൽ പോക്സോ സെക്ഷൻ 23 ഇപ്പോഴും പിണറായി വിജയൻ്റെ പേരിൽ കേസെടുക്കാം. ഈ പറഞ്ഞ ആൾക്കാരുടെ പേരിലെല്ലാം കേസെടുക്കാം. പക്ഷെ ആരും എടുക്കില്ല, ആരും മൈൻഡ് ചെയ്യില്ല, ആ പോയിന്റ് പോലും റേസ് ചെയ്യില്ല. അവിടെ ഒരു അശ്ലീലവും ആരും കാണില്ല. അപ്പം ചിലർക്ക് ചിലരെ എന്ത് ചീത്തയും വിളിക്കാം.